പാല പൈക മല്ലികശ്ശേരി ഭാഗത്ത് തുണ്ടിയിൽ റോണി സെബാസ്റ്റ്യൻ എന്ന 44 വയസ്സുകാരൻ ജീവന് വേണ്ടി പോരാടുകയാണ്. റോണിയും ഭാര്യ നീതുവും മക്കളായ അലനും അതുലും അലോനയും അടങ്ങുന്ന കൊച്ചുകുടുംബമായിരുന്നു റോണിയുടേത്. 5 സെന്റിലെ കൊച്ചു വീട്ടിലായിരുന്നു സന്തോഷത്തോടെ റോണിയും കുടുംബവും കഴിഞ്ഞിരുന്നത്. 1 വർഷമായി റോണിക്ക് വിശപ്പില്ലായ്മയും വയറ്റിൽ വേദനയും അനുഭവപ്പെട്ടു. വിശദമായ പരിശോധനയിൽ ക്രോണിക് കാൽസിഫിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു. ഉടൻ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ റോണിയുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ചേർപ്പുങ്കൽ മാർസിലിവ മെഡിസിറ്റിയിലാണ് ചികിത്സ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന റോണിക്കായി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് അംഗം മാത്യൂസ് പെരുമനങ്ങാട് ചെയർമാനും ജോബി തോമസ് പൊട്ടാങ്കുളം കൺവീനറും സൈനു കുന്നത്തപുരയുടെ ജനറൽ കൺവീനറുമായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറയുന്നത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം, പക്ഷേ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്ന് പറഞ്ഞതിന് അതുകൊണ്ട് അത് നമ്മൾ മെഡിസിറ്റി വെച്ച് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ കണ്ടു. അപ്പോൾ നമുക്കത് 1 മാസത്തിനകമെങ്കിലും ഈ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. റോണിയുടെ ജീവന അപകടമാണ്. റോണിക്ക് 9ലും 6ലും 3ലും പഠിക്കുന്ന 3 ചെറിയ പിള്ളേരാണുള്ളത്. റോണിയാണ് വീട്ടിലെ ഏക വരുമാനം. അതുപോലെ 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. റോണി ഭാര്യയും 3 പിള്ളേരും അടങ്ങുന്ന കുടുംബമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് നമുക്ക് ഈ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഏകദേശം 6 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വരൂപിക്കണം. നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണ അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. റോണിയുടെയും വാർഡ് മെമ്പറായ എൻ്റെയും അതുപോലെ കൺവീനറായ ജോയി സാറിൻ്റെയും പേരിൽ ഫെഡറൽ ബാങ്കിൽ ഞങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ അക്കൗണ്ട് മുഖാന്തരവും പിന്നെ ആൾക്കാരെ നേരിട്ട് കണ്ടു ഈ കാര്യങ്ങൾ ബോധിപ്പിച്ച് പിരിക്കാൻ ധനം സമാഹരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. റോണിയെയും കുടുംബത്തെയും സഹായിക്കാൻ കരുണയുള്ളവർ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് നമ്പർ 11150000114610, IFSC കോഡ് FDRL 0001115, ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് പൂവരണി. ഫോൺ 8606014218. വാർഡംഗം മാത്യൂസ് പെരുമനങ്ങാട്, ജോബി തോമസ് പൊട്ടംകുളം, സൈജു കുന്നത്തുപുരിടം, റോണി ഭാര്യ നീതു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല.